ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുമുള്ള ഒരു സാമ്പാർ റെസിപ്പിയുമായിട്ടാണ്. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും സാമ്പാർ തയ്യാറാക്കാൻ അറിയാമെന്ന്. പക്ഷെ ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ഹോം മെയ്ഡ് മസാല, നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഒരു മസാല തയ്യാറാക്കി എടുത്തിട്ടാണ്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ ദയവ് ചെയ്ത് കാണണം. അതിനുവേണ്ടി ഞാൻ ആദ്യം എടുത്തിരിക്കുന്നത് പരിപ്പാണ്. അത് വാഷ് ചെയ്തിട്ട് സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുകയാണ് ഒരു 20 മിനിറ്റ്സോളം. അതിനുശേഷം ഞാൻ കുക്കറിൽ രണ്ട് വിസിലടുപ്പിച്ച് വേവിക്കുകയാണ്. അതിനുശേഷം നമുക്കൊരു പാൻ എടുക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ചൂടായ ശേഷം നമുക്ക് അതിലേക്ക് 1.5 ടീസ്പൂണോളം ഉഴുന്ന് പരിപ്പ്, നമ്മൾ ദോശയ്ക്കൊക്കെ അരയ്ക്കുന്ന ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 1.5 ടീസ്പൂണോളം കടലപ്പരിപ്പാണ്. 1.5 ടീസ്പൂണല്ല കേട്ടോ, 1.5 ടേബിൾ സ്പൂണാണ്. പിന്നെ 1 ടീസ്പൂണോളം അരി, അത് നമുക്ക് സാമ്പാറിനൊരു ഗ്ലൈസിങ് കിട്ടാനാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1.5 ടേബിൾ സ്പൂണോളം മല്ലി, പൊടിയല്ല മല്ലിയായിട്ട് തന്നെ. പിന്നെ ഒരു പിഞ്ച് കായം. പിന്നെ നമുക്ക് വേണ്ടത് 2 ഗ്രാമ്പു, പിന്നെ ഒരു ഏലക്ക. ഇനി നമുക്കതിലേക്ക് വേണ്ടത് ഒരു 1/2 ഇഞ്ച് ഇഞ്ചിയുടെ ഒരു കഷ്ണം. പിന്നെ ഒരു 5-6 വെളുത്തുള്ളി. എൻ്റെ വെളുത്തുള്ളി ഇത്തിരി വലിപ്പമുള്ളതാണ്, അതുകൊണ്ട് ഞാൻ 5 ഇട്ടിട്ടുള്ളൂ. അത് വലിപ്പമനുസരിച്ച് കൂട്ടിയും കുറച്ച് വിടാം. പിന്നെ വേണ്ടത് നമുക്ക് ചെറിയുള്ളിയാണ്. ചെറിയുള്ളി ഇല്ലാത്തവർക്ക് ഒരു സവാള അരിഞ്ഞിട്ടാലും മതി. കഷ്ണങ്ങളാക്കി, വലിയ കഷ്ണങ്ങളാക്കി മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ 2 ചുമന്ന മുളക് എരിവനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും ചേർക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ മസാല ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വന്ന ശേഷം തീ കുറച്ചിട്ട ശേഷം അതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ചേർക്കുമ്പോൾ തീ കൂടുതലാണെങ്കിൽ കരിഞ്ഞു പോകും, അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. മസാല നന്നായിട്ടൊന്ന് മൂത്ത് വന്ന ശേഷം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇച്ചിരി തണുത്ത ശേഷം നമുക്കത് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് സ്മൂത്ത് പേസ്റ്റ് ആവുന്നിടം വരെ അരച്ചെടുക്കാം. ഇനി നമുക്ക് പാൻ ചൂടാക്കാൻ വെക്കാം. നമ്മൾ മസാല വറുത്ത സെയിം പാൻ വേണേലും ഉപയോഗിക്കാം. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഉള്ളിയും അരിഞ്ഞു വെച്ച ഉരുളക്കിഴങ്ങും ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. പിന്നെ മുരിങ്ങക്കോലും ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇത് ഒരുപാട് നേരം ഒന്നും വഴറ്റിയെടുക്കണ്ട. ഇനി നമുക്കതിലേക്ക് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മളിപ്പോൾ അരച്ചെടുത്ത മസാല അത് നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ 2-3 മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ആ മസാല നന്നായിട്ടൊന്ന് ചൂടായി ഈ കഷ്ണങ്ങളെല്ലാം പിടിക്കുന്നിടം വരെ. പിന്നെ ഞാൻ ഈ സാമ്പാറിന് മെയിനായിട്ട് ചേർക്കുന്നത് വാഴയ്ക്കയാണ്. പക്ഷേ വാഴയ്ക്കയ്ക്ക് വേവ് കുറവുള്ളത് കൊണ്ട് ഞാൻ ഏറ്റവും അവസാനമാണ് ചേർക്കുന്നത്. അതുപോലെ തക്കാളിയും മസാല ഈ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ കടന്ന് ഒന്ന് ചൂടായി നന്നായിട്ട് മൂത്ത് വന്ന ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് വാഴയ്ക്കായും തക്കാളിയും ചേർത്ത് കൊടുക്കാം. വാഴയ്ക്ക ഇത് ഫ്രോസൺ ആട്ടോ. ഞാൻ സാധാരണ സാമ്പാറിന് വാങ്ങിക്കുമ്പം കൂടുതൽ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് മുറിച്ചെടുത്ത് ഫ്രീസറിലേക്ക് വെക്കുകയാണ്. പിന്നെ നമുക്ക് ഈ കഷ്ണങ്ങൾക്ക് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇപ്പം മസാല എല്ലാം കഷ്ണത്തിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്, നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, നമ്മൾ കുക്കറിനകത്ത് ഓൾറെഡി വേവിച്ച് വെച്ച പരിപ്പിലേക്ക് ഈ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം, ഞാനിവിടെ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. ചൂടുവെള്ളം ഒഴിച്ചില്ലെങ്കിൽ കറിക്ക് ഒരു ടേസ്റ്റിന് വ്യത്യാസം വരും. അതുകൊണ്ട് എപ്പോഴും തിളപ്പിച്ച വെള്ളം അല്ലെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അതിലേക്ക് വേണ്ട ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത്, പിന്നെ അതുപോലെ പുളി, ഞാനിവിടെ പൾപ്പാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് കുറച്ചേ ഉപയോഗിക്കുന്നുള്ളൂ. കാരണം അത് വളരെ കോൺസെൻട്രേറ്റഡ് ആണ്. നമ്മൾ വാളംപുളി പിഴിഞ്ഞെടുക്കുന്നതാണെങ്കിൽ ഇത്തിരി കൂടി കൂടുതൽ ഉപയോഗിക്കാം. പക്ഷേ പുളിയും ഉപ്പും പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിവിടെ ഒരുപാട് മുളക് ചേർക്കാത്തത് കൊണ്ടാണ് ഒരുപാട് റെഡ് കളർ വരാത്തത്. അതുകൊണ്ട് എരിവ് കൂടുതൽ വേണ്ടവരും അല്ലെങ്കിൽ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടെ കളറ് കിട്ടും. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ പിഞ്ച് ഓഫ് കായം അതുകൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ പുളിയും ഉപ്പും കായവും
പ്രത്യേകം ശ്രദ്ധിക്കുക, കൂടിപ്പോകരുത്. അത് ആ കോമ്പിനേഷൻ കറക്റ്റായിട്ട് വന്നാലേ സാമ്പാറിൻ്റെ ടേസ്റ്റ് എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടിരിക്കുകയുള്ളൂ. സാമ്പാറിന് വെള്ളം ചേർക്കുമ്പോൾ ഇത്തിരി കൂടുതൽ ചേർക്കുക, കാരണം കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വേവുകയും ചെയ്യണം. സാമ്പാർ അധികം കുറുകി പോകാനും പാടില്ല. ഇപ്പം നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കടുക് വറുത്തിടാം. അതിന് ഞാൻ പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായ ശേഷം നമുക്കതിലേക്ക് ഇത്തിരി ഉലുവ ഇട്ട് കൊടുക്കാം, ഒരു 1/2 ടീസ്പൂണോളം. ഉലുവ കരിഞ്ഞു പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഉലുവ മൂത്ത ശേഷം നമുക്കതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വന്ന ശേഷം നമുക്ക് അതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകും കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂത്ത് വന്ന ശേഷം നമുക്ക് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഒരു 15 തൊട്ട് 20 മിനിറ്റ് വരെ ഈ സാമ്പാർ ഒന്ന് മൂടി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോഴത്തേക്കും നല്ലൊരു മണവും അതിൻ്റെ ഫ്ലേവറെല്ലാം കൂടെ ഇറങ്ങി നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സാമ്പാറാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ മസാല തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. ഇൻഗ്രീഡിയൻസ് കണ്ട് ഞെട്ടിപ്പോകരുത്. അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് കറി ലീഫ്.